ഇന്ന് ഞാൻ എൻ്റെ അമ്മാനോട് ചോദിച്ചു, അമ്മ ഞാൻ എൻ്റെ കൂട്ടുകാരത്തിൻ്റെ പേരെ പോട്ടെന്ന്. എന്നോട് എൻ്റെ പറഞ്ഞു നിനക്ക് കുറച്ച് പണി ഉണ്ടായി ചെയ്ത് കഴിഞ്ഞിട്ട് പോയാൽ മതി. പിന്നെ കൂട്ടുകാരത്തിൻ്റെ പേരേക്ക് പോകേണ്ടത് എൻ്റെ ആവശ്യമായത് കൊണ്ട് ഞാനത് ചെയ്തു കൊടുത്തു. അതാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിനെ തന്ന് മുരിങ്ങനില നന്നാക്കാൻ. എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലെങ്കിലും പെട്ടെന്ന് ചെയ്താൽ നമുക്ക് വേഗം പോയി കളിക്കാമല്ലോ എന്നുള്ള ചിന്തയോടെ ഞാൻ ഒന്ന് വേഗം ചെയ്യാൻ നോക്കുമ്പോൾ അങ്ങനെ നല്ല പറഞ്ഞിട്ട് മച്ചി പിന്നെയും ഞാൻ ചെയ്തേന്ന് എടുത്തിട്ട് ഓരോന്ന് ഉള്ളി പറിക്കിട്ടുണ്ടായിരുന്നു. പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ രാവിലെ നീക്കണതേ അത് കളിക്കണം ഇത് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം ഈ മുരിങ്ങാക്കോലും അതും ഇതൊക്കെ തന്ന് പിടിച്ചെടുത്തിയാൽ പിന്നെ ഞാൻ നിൽക്കുമോ ഇല്ല. അത് കഴിഞ്ഞ പാടി എനിക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി തന്നിട്ട് അതും നന്നാക്കാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ പാട് ഞാൻ എന്ത് ചെയ്തു, പിങ്കോനെ ഫ്ലേവർ വരുന്ന ഉള്ളിൽ മറ്റേ കടല ഫില്ല് ചെയ്തിട്ട് വരുന്ന ഒരു അടിപൊളി ബേക്കറി ഉണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ ഉച്ചക്ക് ചെറുപയറുപ്പേരിയും അച്ചാറും ഞാൻ നന്നാക്കിയ മുരിങ്ങൻ്റെലയും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മൂന്നും ഒരുമിച്ച് കൂട്ടി കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഗൾഫ് മുട്ടായി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. മൂന്നും വേറെ വേറെ ഫ്ലേവർ ആയിരുന്നു, പക്ഷെ മൂന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കളിക്കാൻ പോയപ്പോഴാണ് എനിക്ക് ഒടുക്കത്തെ പണി, വീട്ടിലുള്ളതിനെക്കാട്ടും പണി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പണിയെടുക്കാൻ വേണ്ടി ജനിച്ച പോലെ, പക്ഷേ രസം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഞങ്ങൾ കുട്ടീസ് ബോളും കൊണ്ട് കളിക്കായിരുന്നു. അത് കളിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീടിൻ്റെ അപ്പുറത്തെ തൊടുക്ക് വീണു. അത് എടുക്കാൻ ഞാൻ തന്നെ പോകേണ്ടി വന്നു, കാരണം ഒരു മൊയന്താക്കും ആ കമ്പിവേലിൻ്റെ ഉള്ളിൽ കൂടെ കയറി മറിയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു ധൈര്യശാലി ആയതുകൊണ്ടും ഒരു നന്മമരമായതുകൊണ്ടും ഞാൻ ഉള്ളിൽ കൂടെ ചാടി മറിഞ്ഞ് അതൊക്കെ എടുത്ത് ഇറങ്ങി വന്നപ്പോഴത്തേക്കും സമയമായി. അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെയും കുറച്ച് ചേച്ചിമാരെന്നെ വിളിച്ചു. എന്തിനാണല്ലേ അവരുടെ തലയിൽ വിറകേനു. അപ്പോൾ അവർക്ക് അത് 2 കൈയല്ലേ ഉള്ളൂ, അപ്പോൾ ആ വിറക് പിടിക്കാൻ അവരെ 2 കൈയും തന്നെ വേണം. അപ്പോൾ എന്നോട് പറഞ്ഞു ആ ഗേറ്റ് ഒന്ന് അടക്കി പറഞ്ഞു. അതിൽ നന്മമ്മരാണല്ലോ ഞാൻ. അപ്പോൾ ഞാൻ ആ ഗേറ്റൊക്കെ അടച്ചെടുത്തു. പിന്നെ പെരലിലെത്തിയപ്പം നല്ല ചായയും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഞങ്ങൾ വട്ടത്തിൽ നിന്നോട്ടോ കഴിച്ചത്, കാരണം എപ്പോഴും അങ്ങനെ തന്നെ കഴിക്കൽ. അപ്പോൾ ഇന്നത്തെ തന്നെയുള്ളൂ. ബാക്കിയുള്ള ഞാൻ അടുത്ത വീഡിയോയിലിടാം. സോ ബൈ.